ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പത്തിരിയൊക്കെ എല്ലാവർക്കും ചുടാൻ അറിയായിരിക്കും. പത്തിരി എങ്ങനെ കൈകൊണ്ടല്ലാതെ നമുക്ക് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക എന്നുള്ളത് വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പത്തിരി പ്രസ്സിൽ നമ്മൾ എങ്ങനെ നല്ല നൈസായിട്ട് തന്നെ പത്തിരി പരത്തിയെടുക്കാമെന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത്. 2 കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചതാണ്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പത്തിരിപ്പൊടി ഇതിലിട്ടിട്ട് 1 സ്പൂണ് വെച്ചിട്ട് എല്ലാ വശത്തും വെള്ളം ആകുന്ന വിധത്തിലങ്ങ് ഇത് മിക്സാക്കി എടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുക്കുന്നത് ആ കപ്പ് തന്നെ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കണം. പിന്നെ ഇത്തിരിയും കൂടി വെള്ളം ആവശ്യമാണ് ഈ ടൈമിന് തോന്നുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുക. ഈ ഒരു അവസരത്തിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി, തിളച്ച വെള്ളം. അപ്പോൾ ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം. നമ്മൾ പത്തിരിപ്പൊടി കുഴച്ചെടുക്കുമ്പോൾ വലിയൊരു പാത്രം തന്നെ എടുക്കാൻ നോക്കുക. പൊടി ഇതിലിട്ട് കൊടുക്കാം. നല്ല ചൂടോടെ തന്നെ പത്തിരിപ്പൊടി കുഴച്ചെടുക്കണം, എന്നാലാണ് പത്തിരി നല്ല സോഫ്റ്റ് ആകൂ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് പത്തിരിപ്പൊടി കുഴച്ചെടുക്കുന്നത്. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കുത്തുന്ന കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി. എന്നിട്ടിങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് പത്തിരിപ്പൊടി കുഴച്ചെടുക്കാറ്. നല്ല ചൂടോടെ കുഴച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഞാനിങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഇത് നല്ല ഉപകാരമായിരിക്കും. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ ഫസ്റ്റൊക്കെ പത്തിരി ഉണ്ടാക്കുന്നവർക്ക് കുഴച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല എളുപ്പമാണ് പത്തിരി പൊടി കുഴച്ചെടുക്കാൻ. എന്നിട്ട് ഇതിൽ നമ്മൾ പച്ചവെള്ളം കുറച്ച് എടുത്ത് വെക്കുക. എന്നിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കല്ല് വെച്ചിട്ടങ്ങ് കുത്തിയെടുക്കാം. ഇപ്പോൾ അധിക പേർക്ക് ചിരി വരുന്നുണ്ടാകും ഈ വീഡിയോ കണ്ടിട്ട്. കല്ലുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട്. ഞാൻ ഈ ട്രിക്ക് ഉപയോഗിക്കാൻ കാരണം പത്തിരിപ്പൊടി നല്ല ചൂടോടെ കുഴച്ചെടുക്കുമ്പോൾ കൈ നല്ല ചൂടായിട്ട് എന്നോട് തുള്ളിപ്പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകും. അപ്പോൾ ഇത് ഈ കല്ല് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് കുഴഞ്ഞൊരു രീതിയിലാകും. ഇനി നമുക്ക് ഇതിൻ്റെ കല്ലിൻ്റെ ആവശ്യമില്ല. ഇനി കല്ല് മാറ്റിയിട്ട് നമ്മളിത് കൈകൊണ്ട് തന്നെ അങ്ങ് കുഴച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ചൂടേ ഉണ്ടാകും. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് സാധാരണ പത്തിരി നമ്മൾ കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ തന്നെ അങ്ങ് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം കുടഞ്ഞിട്ട് നല്ല പോലെ അങ്ങ് സോഫ്റ്റാക്കി തന്നെ ഇനി അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാനിവിടെ നല്ല പോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇത് മുഴുവനായിട്ടും ബോൾസ് ആക്കിയതിന് ശേഷം അടച്ച് വെക്കുക. വെയിറ്റുള്ളൊരു മൂടി കൊണ്ട് അടച്ച് വെക്കുക. അപ്പോൾ ചൂട് തണയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടച്ച് വെക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പത്തിരി പരത്തിയെടുക്കുന്നത് പത്തിരി പ്രസ്സുമ്മലാണ്. അതിന്മേൽ ഒട്ടിക്കാൻ പുസ്തകം പൊതിയുന്ന റോളാണിത്. അതിന്മേൽ കുറച്ചെടുത്തിട്ട് പത്തിരി പ്രസ്സുമ്മേൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ റോളില്ലെങ്കിൽ സാധാ കവർ എടുത്താൽ മതി. ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് 4ആയിട്ട് മടക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ മടക്കുക. എന്നിട്ട് നമ്മൾ നടുക്ക് വെച്ചിട്ട് ഇതിൻ്റെ കോണ് ഭാഗം നടുക്ക് വെച്ചിട്ട്
ഇതുപോലെ അളവെടുത്തിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കത്രിക കൊണ്ട്. നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ട് സൈഡും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പത്തിരി പരത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. നല്ല നൈസായിട്ട് തന്നെ പത്തിരി പരത്തിയെടുക്കാനും പറ്റും. അല്ലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന കവറോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ കവറൊക്കെ ഉണ്ടാകൂലേ, അത് വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. നല്ല നൈസായിട്ട് തന്നെ പത്തിരി പരത്തി കിട്ടും. ഞാനിവിടെ രണ്ട് സൈഡും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ ബോൾസായിട്ട് ഇത് പരത്തിയെടുക്കണം. സെൻട്രലായിട്ട് വെക്കരുത്, കുറച്ച് ഇപ്പറായിട്ട് ബോൾസ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല നൈസായിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടി, പത്തിരിപ്പൊടി പ്ലേറ്റിലെടുത്തിട്ട് ഒന്ന് കൊട്ടി കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം പരത്തിയെടുക്കാം. ബോൾസ് എടുക്കുമ്പോൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം പ്രസ്സിൽ വെക്കുക. കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും ബോൾസുകൾ, അതുകൊണ്ടാണ് ഒന്ന് ഉരുട്ടി കൊടുക്കുന്നത്. വേണമെങ്കിൽ പത്തിരി പ്രസ്സിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. 2-3 പരത്തിയതിന് ശേഷം കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ മതി. നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടിക്കോളും. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. അപ്പോൾ പത്തിരി നല്ല പോലെ ചൂടായിട്ടുണ്ട്. പത്തിരി ഇട്ട് ചുട്ടെടുക്കാം. ഒരു സൈഡ് വാടി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബബിൾസ് പോലെ വരും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് പൊന്തി വന്നോളും. എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല നൈസായിട്ടുള്ള നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതാണ്.